ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെയും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ആക്രമണം നടന്നതായി UAE സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ആളപായമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തെ തുടർന്ന് തീപിടുത്തവുമുണ്ടായി. എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കിയതായി ദുബായ് അധികൃതർ സ്ഥിരീകരിച്ചു. വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് സമീപവാസികൾ പറയുന്നത്. റിയാദിലെ അമേരിക്കൻ എംബസി ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ദുബായിലും ആക്രമണം ഉണ്ടായത്. അമേരിക്കൻ കോൺസുലേറ്റിന്റെ പാർക്കിംഗ് ലോഞ്ചിലാണ് ഇറാന്റെ ഡ്രോൺ വന്ന് വീണത്. എല്ലാ ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണെന്ന് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ സൗദി തലസ്ഥാനമായ റിയാദിലെ അമേരിക്കൻ എംബസിയിൽ 2 ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. തിങ്കളാഴ്ച കുവൈറ്റിലെ അമേരിക്കൻ എംബസിയിലും ഡ്രോൺ ആക്രമണമുണ്ടായി. ഒമാനിലെ സലാലയിലും ഇറാൻ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. ആദ്യ ദിവസങ്ങളിൽ ഒമാനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല. മറ്റുള്ള അറബ് രാജ്യങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഒമാനെ ഇറാൻ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടേക്കും ആക്രമണം നടത്തുകയാണ് ഇറാൻ. ശനിയാഴ്ചയാണ് ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെതിരെ ആക്രമണം നടത്തിയത്. അതിൽ ഇറാഖിന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തി. അതോടെ മേഖലയിൽ സംഘർഷം കനക്കുകയും ചെയ്തു. ഇറാൻ നടത്തിയ പ്രതികാര ആക്രമണത്തിൽ ദുബായിലും മറ്റ് ഗൾഫ് നഗരങ്ങളിലും ശനിയാഴ്ച മുതൽ ആക്രമണങ്ങൾ തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം രൂക്ഷമായ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസികൾ അനിശ്ചിത കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. റിയാദിലെയും കുവൈത്തിലെയും അമേരിക്കൻ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതിനു പിന്നാലെയാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി എംബസികൾ അടച്ചുപൂട്ടാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിട്ടത്. കുവൈത്തിലെ അമേരിക്കൻ എംബസിക്ക് സമീപം ഒരു സ്ഫോടനം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ജോർദാൻ, ലെബനോൺ എന്നിവിടങ്ങളിലെ എംബസി പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ ഉൾപ്പെടെ 14 പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ പൗരന്മാരോട് അടിയന്തരമായി രാജ്യം വിടാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മേഖലയിലെ വ്യോമപാതകൾ പലതും അടച്ചതോടെ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിസന്ധിയിലാണ്. അമേരിക്ക ഇസ്രയേൽ സംയുക്ത സൈനിക നീക്കത്തിന് ഇറാൻ നൽകുന്ന തിരിച്ചടി ആ മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്ക ഇപ്പോൾ ശക്തമാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ പലതും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ഒരു നീണ്ട യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതുവരെ തങ്ങളുടെ കയ്യിലുള്ള അത്യാധുനിക ആയുധങ്ങളൊന്നും പ്രയോഗിച്ചിട്ടില്ലെന്നും ഇറാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ യുദ്ധത്തിനായി ആസൂത്രണം ചെയ്തതിനേക്കാൾ കൂടുതൽ കാലം പ്രതിരോധിക്കാനും ആക്രമണത്തിൽ ഊന്നിയ പ്രതിരോധം തുടരാനുമുള്ള ശേഷി തങ്ങൾക്കുണ്ടെന്ന് മന്ത്രാലയ വക്താവായ റസ തലായിനിക് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ നൂതന ആയുധങ്ങളും ഉപകരണങ്ങളും ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് സജ്ജരാണെന്നാണ് ഇറാൻ ഇപ്പോൾ അറിയിക്കുന്നത്.